ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഗുരുദേവ്. വെൽക്കം ബാക്ക്. അങ്ങനെ ഒരുപാട് നാളത്തെ ശേഷം ഞാൻ എൻ്റെ ബിയർഡൊന്ന് ട്രിം ചെയ്യാൻ പോവാണ്. താടി അങ്ങനെ വെറുതെ വടിച്ച് കളിയുന്നല്ല കേട്ടോ. ഞാനും കീർത്തുട്ടിയും ഗുരുദേവ് കീർത്തൻ എന്ന ചാനലിൽ ദ റിലീജിയൻ എന്നൊരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സീരീസ് ഇന്നലെയായിരുന്നു അവസാനിച്ചത്. അതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ താടി ഷേവ് ചെയ്തത്. അപ്പോൾ ആ സീരീസ് നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇതിനെ താടി വടിച്ച് മീശ മാത്രം വെച്ചതെന്ന്. ഈ സീരീസിന്റെ ക്ലൈമാക്സ് കണ്ടിട്ട് കുറെ പേര് കമന്റ് ഇട്ടത് ഇങ്ങനൊരു ക്ലൈമാക്സ് അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്നാണ്. ദ റിലീജിയൻ എന്ന കോൺസെപ്റ്റ് ചെയ്യാൻ കാരണം സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ഈ മതത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും ഇതുവരെ പഠിപ്പിക്കാത്തൊരു കാര്യമാണ് ഈ മതം എന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിലെ ചിലരുടെയൊക്കെ മതഭ്രാന്ത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരാറുണ്ട്. അങ്ങനെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയ എനിക്കും കീർത്തുട്ടിക്കും വളരെ മോശമായൊരു പ്രതികരണമാണ് അമ്പല കമ്മിറ്റിക്കാരിൽ നിന്ന് കിട്ടിയത്. 1.5 മാസമായി ദി റിലീജിയൻ എന്ന സീരീസ് നമ്മൾ തുടങ്ങിയിട്ട്. ഷൂട്ട് ചെയ്യാൻ പോയ ആദ്യ ദിവസം തന്നെ അമ്പല കമ്മിറ്റിക്കാരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയത്. മാത്രമല്ല ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ നോക്കിക്കൊണ്ട് അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഇന്നലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ വളരെ മോശമായ രീതിയിലായിരുന്നു അവർ എന്നോട് പെരുമാറിയത്. നീ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ട് ഇത് ഒരുപാട് പേര് കാണുന്നുണ്ടല്ലേ, നീ പെർമിഷൻ ചോദിക്കാതെയാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലായിരുന്നു അവരെന്നോട് പെരുമാറിയത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്പല കമ്മിറ്റിക്കാർ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ രാവിലെ തന്നെ ഞാനും കീർത്തുനി പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്തു. പിന്നെ അമ്പല കമ്മിറ്റിക്കാരോട് ഞാൻ പെർമിഷൻ ചോദിക്കുന്നതിന്റെ വീഡിയോ മുൻപേ എടുത്തു വെച്ചത് കൊണ്ട് അത് കാണിച്ചപ്പോൾ പോലീസുകാർക്ക് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉപദേശമൊക്കെ തന്നിട്ടായിരുന്നു സാറ് ഞങ്ങളെ വിട്ടത്. മാത്രമല്ല വളരെ മാന്യമായ രീതിയിലായിരുന്നു സാറ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ആദ്യം ഇത്തിരി വിഷമമായെങ്കിലും ഇപ്പോൾ ഓക്കെയാണ്. എന്തായാലേ സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ആ സീരീസ് തുടങ്ങിയത്. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വാട്ട് എവർ. അങ്ങനെ ഷൂട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മീശയും കൂടി ഷേവ് ചെയ്തു കേട്ടോ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും എന്നെ നോക്കി ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, താടി മീശയല്ലേ, ഇനിയും വളരുമല്ലോ. പക്ഷെ കീർത്തുട്ടിക്ക് ഞാൻ താടി വെച്ചപ്പോഴും താടി എടുത്തപ്പോഴും മീശ മാത്രം വെച്ചപ്പോഴും എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാനും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്നെ പോലെ തന്നെ താടി മീശയൊക്കെ ഷേവ് ചെയ്ത് നല്ല സുന്ദരന്മാരാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.